മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു മേജർ ഇലക്ട്രോണിക്സ് കമ്പൗണ്ട്സ് ആണ്. ഓക്കെ, മേജർ ഇലക്ട്രോണിക് കമ്പൗണ്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് കമ്പൗണ്ട്സ് നമ്മളുടെ റെസിസ്റ്റർ, അതുപോലെ തന്നെ കപ്പാസിറ്റർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഇതെല്ലാം നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്കിവിടെ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദ ഫെമിലറൈസേഷൻ വിത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായിട്ട് കുറച്ചുകൂടി ഫെമിലറൈസ് ആവാനായിട്ട് കുറച്ച് ടേംസ്, കാരണം നമുക്ക് കമ്പോണൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ബട്ട് നമുക്ക് ഇതിലെല്ലാം നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്ത് ചെയ്യത്തുള്ളൂ, ഇതെല്ലാം നമുക്ക് അവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് പഠിക്കണം, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ടിന്റെ കോമ്പിനേഷൻസ് നമുക്കറിയാം, സീരീസ് ഉണ്ട്, പാരലൽ കോമ്പിനേഷൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ലോഡ് റെസിസ്റ്റർ, ലോഡ് കറണ്ട്, ഇങ്ങനെ ഒരുപാട് ടേംസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് സെക്ഷനിൽ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കുന്നത് യൂണിറ്റ് 2 ആണ്. ഓക്കെ, യൂണിറ്റ് 2 ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക് കമ്പാരിസൺ ഓഫ് എ സി ആൻഡ് ഡി സി വോൾട്ടേജസ്. ഓക്കെ, അപ്പോൾ എന്താണ് എ സി കറണ്ട് എന്നും എന്താണ് ഡി സി കറണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും എ സി കറണ്ട്, നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും എ സി കറണ്ട് എന്താണെന്ന്. എന്താണ് എ സി കറണ്ട്? ദാറ്റ് ഈസ് എ സി വോൾട്ടേജ്. എ സി കറണ്ട് വോൾട്ടേജ് മീൻസ് എന്തായിരിക്കും, എ സി മീൻസ് ഓൾട്ടർനേറ്റ് കറണ്ട് ആണ്. ഓക്കെ, ഓൾട്ടർനേറ്റ് കറണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, എ സി കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്തുണ്ട്, നമുക്ക് ഡി സി കറണ്ട് ഉണ്ട്. ഡി സി കറണ്ട് മീൻസ് എന്താണ്, അതവിടെ നമുക്ക് ഡയറക്റ്റ് കറണ്ട് ആണ്. ഓക്കെ, ഡയറക്റ്റ് കറണ്ട് ആണ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഡി സി കറണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എ സി കറണ്ടും അതുപോലെ തന്നെ ഡി സി കറണ്ടും നമുക്ക് ഇനി ഇതിന്റെ വേവ് ഫോം ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എ സി കറണ്ട് വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് അതിൽ ഡി സി കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത് നമ്മുടെ ഡി സി കറണ്ടിനെ കുറിച്ചാണ് കേട്ടോ. ഡി സി കറണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഡയറക്റ്റ് കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഈ ഡി സി കറണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കറണ്ട് ഇൻ വിച്ച് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് യൂണി ഡയറക്ഷണൽ. ഓക്കെ, യൂണി ഡയറക്ഷണൽ. ഓക്കെ, അപ്പോൾ യൂണി ഡയറക്ഷണൽ ആയിട്ട് കറണ്ട് ഫ്ലോ നടക്കുന്ന ഒരു തരം കറണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ആ ഒരു കറണ്ട്, ആ ഒരു ഫ്ലോയെ പറയുന്നത് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, അതായത് യൂണി ഡയറക്ഷണൽ മീൻസ് എന്തേ നടക്കുന്നുള്ളൂ, വൺ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇത് എന്ത് നടക്കുന്നുള്ളൂ, കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞ് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു ടൈം വേഴ്സസ് വോൾട്ടേജ് ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു ഗ്രാഫ് ഇത് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നമ്മുടെ ആക്സിസ് ആണ്. ഓക്കെ, ആക്സിസ് എടുത്തു. ഇത് നമ്മുടെ ടൈം ആണ്. ഓക്കെ, ടൈമിന്റെ കോർഡിനേറ്റ്, ഇത് നമ്മുടെ വോൾട്ടേജിന്റെ കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ടൈം വേഴ്സസ് കറണ്ട് നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുമായിരിക്കും, ടൈം വേഴ്സസ് കറണ്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇങ്ങനെ കിട്ടുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ഇതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും മാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 5 വോൾട്ടിന് ഒരു ബാറ്ററി എടുക്കുന്നു. ഓക്കെ, ഞാൻ ഒരു 5 വോൾട്ടിന്റെ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആയിട്ട് എന്ത് തന്നെയായിരിക്കും, അത് അവിടെ 5 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഒരിക്കലും അത് പോസിറ്റീവ് 5 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഷിഫ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എന്ത് ചെയ്യത്തില്ല, അതവിടെ ഷിഫ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഡയറക്റ്റ് കറണ്ട് ആണ്. കാരണം ഒറ്റ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിലവിടെ വരുന്നുള്ളൂ. കാരണം നമ്മുടെ ബാറ്ററി, ഓക്കെ, ബാറ്ററി നമുക്ക് ഒരു പൊളാരിറ്റി അല്ലേ ഉള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു നമ്മളെന്താ LED ബൾബ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഒരു LED എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാറ്ററി സോഴ്സ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നു. നമ്മൾ ഇതാണ് ഒരു LEDയുടെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LED ലൈറ്റ് അപ്പ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ ഇതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, പോസിറ്റീവ് സൈഡ് മാത്രമല്ല, ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് കണക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, LED അവിടെ ലൈറ്റ് അപ്പ് ആവത്തുള്ളൂ. നമുക്ക് LED കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഫോർവേഡ് ഡയറക്ഷൻ, ഇപ്പോൾ റിവേഴ്സ് ആയി പോയി. ഓക്കെ, ഫോർവേഡിൽ കണക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, LED അവിടെ ലൈറ്റ് അപ്പ് ആവത്തുള്ളൂ. അപ്പോൾ എന്ത് പറയാം, നമുക്ക് അവിടെ അതൊരു യൂണി ഡയറക്ഷനിലാണെന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്, ഒരു ഡയറക്ഷനിൽ കൂടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ബാറ്ററി സോഴ്സിൽ കറണ്ട് ഫ്ലോ ചെയ്തുള്ളൂ. അപ്പോൾ അത്തരം കറണ്ട് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡി സി വോൾട്ടേജ് എന്നറിയപ്പെടാം. ഡി സി വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഡി സി വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞല്ലോ, യൂണി ഡയറക്ഷൻ ആണ്, വൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പൊളാരിറ്റി മാത്രമാണെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പൊളാരിറ്റി ഉള്ള നമുക്ക് ശരിക്കും എന്തൊക്കെ സോഴ്സ് ഉണ്ട്, നമുക്ക് ബാറ്ററി ഡി സിക്ക് ഒരു സോഴ്സ് ആണ്. ഓക്കെ, ബാറ്ററി. ഓക്കെ, ബാറ്ററി എന്താണ്, ഡി സി സോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ട്സ്. റെക്ടിഫയർ സർക്യൂട്ട്സ് മീൻസ് നമുക്കറിയാം, നമ്മുടെ ഈ അഡാപ്റ്റേഴ്സ്, നിങ്ങൾ മൊബൈലിന്റെ ചാർജറും
അതുപോലെ തന്നെ ചില മോഡത്തിന് ചേർന്ന് ചാർജേഴ്സ് കണ്ടുണ്ടായിരിക്കും. ഓക്കെ ചാർജസ്, അഡാപ്റ്റേഴ്സ്. അപ്പൊ അതെല്ലാം എന്താണ് ശരിക്കും എസി ടു ഡിസി കൺവേർട്ടേഴ്സ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് അവിടെ നമുക്ക് എസി ആണ് കൊടുക്കുന്നത്. സോ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് അവിടെ എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിൽ നമ്മുടെ കിട്ടുന്നത് എന്താണ്? ദെയർ ഈസ് ഡിസി. ഓക്കെ ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഡിസിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിൽ ഒബ്റ്റെയിൻ ചെയ്യാം. കാരണം എപ്പോഴും ഇതിന്റെ വോൾട്ടേജ് സ്റ്റഡി വാല്യൂ ആയിരിക്കും. ഓക്കെ ഒരിക്കലും ഇപ്പോ 5 വോൾട്ട് മീൻസ് +5 വോൾട്ട് -5 വോൾട്ട് അങ്ങനെ എന്ത് ചെയ്യത്തില്ല ഷഫിൾ ചെയ്ത് പോകത്തില്ല. ഏത് സമയം നോക്കിയാലും നമ്മൾ എപ്പോ നോക്കിയാൽ തന്നെ എന്തായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്? ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദെയർ വിൽ ബി പോസിറ്റീവ്. ഓക്കെ പോസിറ്റീവ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൽ കിട്ടുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് ശരിക്കും നോർമലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു ഗ്രാഫിക്കിൽ ഇങ്ങനെയൊക്കെ വരയ്ക്കുമെങ്കിലും ഇപ്പൊ ഞാനിവിടെ ഒരു 5 വോൾട്ട് എന്ന് പറഞ്ഞ് എടുക്കുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യാം 5ഉം 4ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം. ഓക്കെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം അവിടെ ഒരു പൊളാരിറ്റി ചേഞ്ച് വേരിയേഷൻ വരാം. പക്ഷേ ഇത് ഒരിക്കലും റിവേഴ്സ് ചെയ്യത്തില്ല. ഓക്കെ വേരിയേഷൻ വരും. കാരണം ഇപ്പോൾ ബാറ്ററി തന്നെ ചിലപ്പോൾ വീക്ക് ആവുമ്പോൾ ഓക്കെ നമുക്കറിയാലോ ബാറ്ററി വീക്ക് ആവും. ബാറ്ററി വീക്ക് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഡൗൺ ആയി 4 വോൾട്ടിലോട്ട് വരും. ഓക്കെ അങ്ങനെ ഒരു വേരിയേഷൻസ് അവിടെ വരാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നോർമലി നമുക്ക് എന്ത് പറയാം? 5 വോൾട്ട് എന്ന് വെച്ചാൽ 5 വോൾട്ട് ഫിക്സ് ആയിരിക്കും. പിന്നെ ഒരിക്കലും നമ്മുടെ എസി പോലെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യത്തില്ല. ഓക്കെ നമുക്ക് എസിയുടെ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ പൊളാരിറ്റി എങ്ങനെയാണ് അത് റിവേഴ്സ് ചെയ്യുന്നതെന്ന്. ഓക്കെ ഒരു പൊളാരിറ്റി റിവേഴ്സിങ് എന്നൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്കത് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡിസി കറന്റ് എന്ന് പറയുന്നത് ഡിസി കറന്റ് കോൺസ്റ്റന്റ് കറന്റ് ആണ്. യൂണി ഡയറക്ഷനിലാണ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കറന്റ് അവിടെ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നീട് നമ്മളൊരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ് അതിന്റെ വേവ് ഫോം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു എന്തിന്റെ ഡിസി സർക്യൂട്ടിന്റെ വേവ് ഫോം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അപ്പൊ ഇതതിന്റെ സിമ്പൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. നമ്മളൊരു ബാറ്ററി സോഴ്സ് വരയ്ക്കില്ല. ബാറ്ററി പോസിറ്റീവ് ആണ് എന്താണ് ബാറ്ററി നമ്മുടെ ഡിസി സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ബാറ്ററി എങ്ങനെ വരയ്ക്കുമോ അത് തന്നെയാണ് നമ്മുടെ ഡിസി സോഴ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഇത് ബാറ്ററിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ ഒരു റെക്ടിഫയർ സർക്യൂട്ട് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഡിസി സർക്യൂട്ട് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് നമുക്ക് അതിനെ എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ഈസ് എ ഡിസി സോഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സർക്യൂട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു പോർഷനിൽ അവിടെ ഡിസി മാത്രമേ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എല്ലാത്തിലും അങ്ങനെയാണ് ബേസിക്കലി. നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻസും സെമി കണ്ടക്ടർ ഡിവൈസസും എല്ലാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസിയിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നതിൽ എന്ത് ചിന്തിച്ചോളണം? ഒന്നുകിൽ അവിടെ നമുക്കൊരു ബാറ്ററി യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പവർ അഡാപ്റ്റർ ഓക്കെ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു ബാറ്ററി എലിമിനേറ്ററോ പവർ അഡാപ്റ്ററോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബാറ്ററി എലിമിനേറ്റർ വേറൊന്നുമില്ല. നിങ്ങളുടെ പൊട്ടൻഷ്യൽ മീറ്റർ ഒക്കെ ചെയ്ത സമയത്ത് സ്കൂളിലായാലും കോളേജിലായാലും പൊട്ടൻഷ്യൽ മീറ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളൊരു ചെറിയൊരു ഇത് കറന്റ് കൊടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ടല്ലോ. അതാണ് എന്ത് പറയുന്നത്? വോൾട്ടേജ് സോഴ്സ്. അതാണ് എന്ത് അവിടുത്തെ ബാറ്ററി എലിമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അവിടെ എന്ത് ചെയ്യും? നമ്മൾ ബാറ്ററി എലിമിനേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഡിസി കറന്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് എസി കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ എസി കറന്റ് അപ്പോൾ ഡിസി ഓക്കെ ആണല്ലോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ ഡിസി കറന്റ് എന്താണെന്ന്? ഓക്കെ ഡയറക്റ്റ് കറന്റ് എന്ന് പറയാം. യൂണി ഡയറക്ഷനിലാണ്. അപ്പോൾ ഡിസി കറന്റിനെ കൂടുതലും പ്രോത്സാഹിപ്പിച്ചത് നമ്മുടെ തോമസ് ആൽവ എഡിസൺ ആണ്. ഓക്കെ തോമസ് ആൽവ എഡിസൺ അന്നേ പറഞ്ഞതാണ് ഡിസി കറന്റാണ് എന്ത് ചെയ്യുന്നത് പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ഡിസി കറന്റ് ഈ ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് അതിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ അത് ഡിസി കറന്റിന്റെ ഒരു ഫെയില്യൂർ ആണ്. ഫെയില്യൂർ അല്ല അതിന്റെ പ്രോപ്പർട്ടിയാണ് അത്. ഓക്കെ ശരിക്കും. കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് നമുക്കറിയാലോ നമ്മുടെ പവർ ട്രാൻസ്മിഷൻ നമ്മുടെ വീട്ടിനടുത്തൊന്നും എന്തില്ല പവർ ഹൗസ് ഇല്ല. നമ്മൾക്ക് ഏകദേശം നമുക്ക് ഇടുക്കി ആ ഒരു റേഞ്ചിൽ നിന്നാണ് നമുക്ക് എന്ത് നമുക്ക് ഇവിടെ തന്നെ കറണ്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത്രയും ദൂരം എന്ത് ചെയ്യണം? ഈ കറണ്ട് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തണം. ഓക്കെ അപ്പോൾ അത്രയും ദൂരം വരണമെങ്കിൽ നമ്മൾ ഡിസി കറണ്ട് സെവറൽ കിലോമീറ്റേഴ്സ് ആവുന്ന സമയത്ത് തന്നെ ഈ ഡിസി കറണ്ട് യൂണി ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടിയാണ് പെട്ടെന്ന് ഹീറ്റ് ആവും. ഓക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഹീറ്റ് ആവും. അപ്പോൾ ഈ ഹീറ്റ് ആയി എന്ത് ചെയ്യും? വരുന്ന പവർ മൊത്തം അല്ലെങ്കിൽ വരുന്ന ഇലക്ട്രിസിറ്റി മൊത്തം ഇങ്ങനെ ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ലോസ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി എന്തിനുണ്ട്? നമ്മുടെ ഈ ഒരു ഡിസി കറന്റ് ഉണ്ട്. അപ്പോൾ ഡിസി കറന്റിന് അത്തരം ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തെ? നമ്മൾ ഡിസി കറന്റ് പവർ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യാത്തെ. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഈ ചില സമയത്ത് നമുക്ക് ഈ പവർ എന്ത് ചെയ്യേണ്ടി വരും? നമുക്കിതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന 230 വോൾട്ട് ആണ്. ഓക്കെ 230 വോൾട്ട് എസി ആണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. 50 ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ശരിക്കും ഈ പവർ ലൈനിൽ കൂടി പോകുന്നത് നമ്മുടെ ഓവർ ഹെഡ് ആയിട്ട് പോകുന്ന പവർ ലൈൻസ് ഏകദേശം 11 കിലോ വോൾട്ട് ഒക്കെയാണ് റേഞ്ച് വരുന്നത്. ഓക്കെ 11 കിലോ വോൾട്ട്. അപ്പോൾ 11 കിലോ വോൾട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻസ് നമ്മുടെ പവർ ലൈൻസ് നടത്തുന്നത് എസി കറണ്ടിൽ. അപ്പോൾ ഇത്
എന്ത് ചെയ്യണം? നമുക്ക് ആ 11 കിലോ വോൾട്ടിനേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 230 വോൾട്ട് ആക്കി മാറ്റണം. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ 230 വോൾട്ട് ആക്കി മാറ്റാനൊക്കെ നമുക്ക് എന്ത് വെച്ചേ പറ്റുള്ളൂ? ഡിസി കറന്റ് വെച്ചേ സോറി എസി കറന്റ് വെച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് അവിടെ സ്റ്റെപ്പ് ഡൗൺ, സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമർ വെച്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഇത് വർക്ക് ചെയ്യണമെങ്കില് അവിടെ എന്ത് ചെയ്യണം? കറന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യണം. ഓക്കെ. കാരണം കറന്റ് വേരി ചെയ്താലേ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ പ്രോസസ് ഒക്കെ നമുക്കവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് വേണമെങ്കിൽ നമുക്കവിടെ എസി കറന്റ് തന്നെ വളരെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എസി കറന്റ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസി കറന്റ് അത്യാവശ്യം ഹാർമ്ഫുൾ അല്ല. ഏകദേശം ഒരു 30 വോൾട്ട് 30 അല്ല, ഏകദേശം 25 വോൾട്ട് വരെയൊക്കെ നമുക്ക് വേറെ പ്രശ്നമില്ല. ഡിസി കറന്റ് നമുക്ക് ടച്ച് ചെയ്യാൻ വലിയ പ്രശ്നം വരില്ല. എന്നാലും 12 വോൾട്ട് കഴിയുമ്പോൾ ചെറിയൊരു സെൻസേഷൻ നമുക്ക് കയ്യിൽ തോന്നും നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത്. എന്നാൽ അത്യാവശ്യം നമുക്ക് ഷോക്ക് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 30 വോൾട്ട് വരെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ എസി വോൾട്ടേജ് ആണെങ്കില് നമ്മൾ ഏകദേശം ഒരു 10 വോൾട്ട് തൊട്ട് 10 ഒന്നും വേണ്ട, ചെറിയൊരു വോൾട്ടേജ് ആയാലും മതി. നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് കയ്യിലൊരു സെൻസേഷൻ, ഒരു ഫീലിംഗ് വരേണ്ട ചാൻസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം സേഫർ എന്ന് പറഞ്ഞാൽ ഡിസി കറന്റ് ആണ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷനിൽ നോക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ അവിടെ ഈ ഒരു എസി കറന്റ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പോൾ അതില് ദെൻ നമുക്ക് സെക്കൻഡ് പ്ലേസ്. ഓക്കെ. നമുക്ക് എസി കറന്റിനെ കുറിച്ച് നോക്കാം. ആൾട്ടർനേറ്റ് കറന്റ്. ഓക്കെ. എസി കറന്റ് ഓർ എന്താ പറയാ? ആൾട്ടർനേറ്റ് കറന്റ്. ആൾട്ടർനേറ്റിംഗ് കറന്റ്. ഓക്കെ. ആൾട്ടർനേറ്റിംഗ് കറന്റ്. എസി കറന്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയാം. അപ്പൊ എസി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കണ്ടിന്യൂസ്ലി വേരിയും ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എസി കറന്റ് പീരിയോഡിക്കലി എന്ത് ചെയ്യും? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഓക്കെ. പീരിയോഡിക്കലി റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ. എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെ ആൾട്ടർനേറ്റിംഗ് എന്നവിടെ പറയുന്നത്. ഓക്കെ. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് സോഴ്സ് നമ്മളതിൽ പറയുന്നത്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സമയം അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റന്റിലും എന്ത് ചെയ്യുവാണ്? ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുവാണ്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവും? ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ. കണ്ടിന്യൂസ്ലി ഡയറക്ഷൻ അങ്ങനെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇവർക്ക് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാം, നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഒരു എസി കറന്റ് നമുക്ക് നമ്മുടെ പവർ ഔട്ട്ലെറ്റിലെല്ലാം കിട്ടുന്ന നമുക്ക് എത്രയാണ്? 230 വോൾട്ട് എസി ആണ്. ദെൻ അവർക്ക് നമുക്ക് കിട്ടുന്ന 230 വോൾട്ട് എസിയുടെ ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? അതവിടെ 50 ഹെർട്സ് ആണ്. ഓക്കെ. 50 ഹെർട്സ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? നോർമലി യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതില് ഏകദേശം ഈ ഒരു 50 കംപ്ലീറ്റ് പോസിറ്റീവ്, നെഗറ്റീവ് സൈക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെക്കൻഡില് ഏകദേശം 50 തവണ ഇത് പൊളാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ബൾബിലൊന്നും വലിയ ഫ്ലിക്കറിംഗ് തോന്നാത്തത് ഈ 50 ഹെർട്സ് എന്ന് വെച്ചാൽ അത്രത്തോളം എന്താണ് എഫിഷ്യന്റ് ആണ് കുറച്ചുകൂടി. ഓക്കെ. 50 ഹെർട്സിനെക്കാളും നമ്മളിപ്പോൾ ഫ്രീക്വൻസി കുറച്ച് കുറച്ച് വന്നെങ്കിൽ നമ്മുടെ ലൈറ്റിൽ വീട്ടിലുള്ള ഈ ട്യൂബ് ലൈറ്റും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന എല്ലാം എന്ത് ചെയ്യും? ഇങ്ങനെ പൾസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ മിന്നി മിന്നി നിൽക്കും. കാരണം എന്തുകൊണ്ടാ? കാരണം അവിടെ ഫ്രീക്വൻസി കുറയുന്നു. ഫ്രീക്വൻസി കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമുക്ക് അറിയാൻ പറ്റും. പൾസസ് ഇങ്ങനെ 1, 2, 3 എന്ന് അറിയാൻ പറ്റും. ഇതിപ്പോ 50 ഹെർട്സ് നോർമലാണ്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് അത് വലുതായിട്ട് അറിയാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ആൾട്ടർനേറ്റിംഗ് കറന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമ്മളൊരു എസി കറന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമുക്കൊരു എസി കറന്റ് റെപ്രസെന്റ് നമുക്ക് ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. കണ്ടോ? ഇതുപോലെ നമുക്ക് അതിന് ശേഷം ഇതാണ് നമ്മുടെ ഒരു എസി കറന്റ് എന്ന് പറയുന്നത്. കണ്ടോ? എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി അതിങ്ങനെ വേരി ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു ഇൻസ്റ്റന്റിലെ വാല്യൂ അല്ല, ഈ ഒരു ഇൻസ്റ്റന്റ്. ഇപ്പൊ പീക്ക് വാല്യൂസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനൊരു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് എന്റെ പീക്ക് വാല്യൂ എന്ന് വെച്ചോളൂ. പീക്ക് വാല്യൂ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു 5 വോൾട്ട് എടുക്കുവാണ്. ഓക്കെ. അപ്പോൾ 5 വോൾട്ട് വരുന്നു. അപ്പോൾ ഓരോ ഇൻസ്റ്റന്റിലും മാത്രം ഓരോ സൈക്കിൾ മാത്രമേ 5 വോൾട്ട് വരുന്നുള്ളൂ. തൊട്ട് അടുത്ത വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ -5 വോൾട്ട് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. -5 വോൾട്ട് ആയിട്ട് മാറുന്നു. പിന്നെ ഇതിന് ഓരോ ഇൻസ്റ്റന്റിലും ഓരോ വാല്യൂസാ. ഓക്കെ. ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ ചെയ്തു. ഓരോ വാല്യൂസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുകയാണ്? വേരി ചെയ്യണം. അപ്പോൾ പീക്ക് വാല്യൂ എത്തുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്തിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കണ്ടോ? പീക്ക് വാല്യൂ എത്തുന്നു. കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ അതെന്താണ്? കണ്ടിന്യൂസ്ലി അവിടെ എന്ത് ചെയ്യുവാണ്? അവിടെ വേരി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് വേരി ഡ്യൂറിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾ. ഓക്കെ. അപ്പൊ ഇവിടെ ഓരോ പ്രാവശ്യവും വേരിയും ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ പൊളാരിറ്റി എന്ത് ചെയ്യുവാണ്? ഓരോ പ്രാവശ്യവും ഇത് റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് അതിന് എന്തുണ്ടാവും? ഇങ്ങനെ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനവിടെ കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഒക്കെ നടത്താൻ പറ്റും. അല്ലെങ്കിൽ മാഗ്നറ്റ് പോലെയൊക്കെ ആക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. സർക്യൂട്ടിൽ മാഗ്നറ്റായിട്ട് ആക്കി. കാരണം വേരി ചെയ്യുന്നുണ്ടല്ലോ. വേരിയേഷൻ കൊടുക്കാൻ പറ്റും. സോ അതെന്ത് ചെയ്യും? നമുക്കവിടെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ പ്രോസസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലവിടെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ എന്ത് പറയാം? എസി കറന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ.
ഓക്കെ. അപ്പൊ ഇതില് ഇനി ഇതിന്റെ സിമ്പൽ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു എസി കാറിന്റെ സർക്യൂട്ടില് എസി കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു സർക്കിൾ കാണും. ഈ സർക്കിളിന്റെ ഇതില് നമ്മൾ എന്ത് ചെയ്യും? ദേ ഇങ്ങനത്തെ ഒരു സിമ്പൽ അവിടെ കൊടുത്തിരിക്കും. ഓക്കെ. ഇങ്ങനെ കണ്ടാൽ എന്ത് വിചാരിച്ചോളണം? ഇതവിടെ എസി ആണ് കാണിക്കുന്നത്. ഓക്കെ. എസി ആണ് കാണിക്കുന്നത്. പിന്നെ എസി കറന്റ് മെഷർ ചെയ്യാനായിട്ട് എസി വോൾട്ട്മീറ്റേഴ്സ് ഉണ്ട്. ദെൻ നമുക്ക് ഡിസി കറന്റ് മെഷർ ചെയ്യാൻ ഡിസി വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് ഡിസി എന്ത് ചെയ്യും വോൾട്ട്മീറ്റേഴ്സ് നമുക്ക് അതില് മാർക്കറ്റില് അവൈലബിൾ ആണ്. രണ്ടും സെയിം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. രണ്ടും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഇത് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഡിസിയും എസിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ. കമ്പാരിസൺ ഓഫ് ഡിസി ആൻഡ് എസി വോൾട്ടേജസ്. ഓക്കെ. നമുക്ക് കമ്പാരിസൺ ഓഫ് എസി ആൻഡ് ഡിസി. ഓക്കെ. എസിയുടെയും ഡിസിയുടെയും കമ്പാരിസൺ. അപ്പൊ നമുക്ക് ഇവിടെ ഡിസി വോൾട്ടേജ് എഴുതാം. ഓക്കെ. ഡിസി വോൾട്ടേജ്. ഇവിടെ ഞാൻ എസി വോൾട്ടേജ് കൊടുക്കുന്നു. ഓക്കെ. ഓക്കെ. ഡിസി വോൾട്ടേജും എസി വോൾട്ടേജും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഡിഫറൻസ്? ഓക്കെ. പരസ്പരം വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ ഡിഫറൻസ് എഴുതുവാണ്. അപ്പൊ നമുക്കറിയാം ഇതിന് ഫിക്സഡ് പൊളാരിറ്റി ആണ്. ഓക്കെ. ഫിക്സഡ് പൊളാരിറ്റി. ഓക്കെ. എന്തുണ്ട്? ഫിക്സഡ് പൊളാരിറ്റി ഉണ്ട്. ഇവിടെയാണെങ്കിലോ റിവേഴ്സ് ഇൻ പൊളാരിറ്റി. ഓക്കെ. റിവേഴ്സ് ഇൻ പൊളാരിറ്റി. ഓക്കെ. ഫിക്സഡ് പൊളാരിറ്റിയും റിവേഴ്സ് ഇൻ പൊളാരിറ്റിയും. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ക്യാൻ ബി സ്റ്റഡി. ഓക്കെ. ഇറ്റ് ക്യാൻ ബി സ്റ്റഡി. സ്റ്റഡി ആയിരിക്കാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യാം. ഓക്കെ. മനസ്സിലായോ എന്താണെന്ന്? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഒരു 5 വോൾട്ട് കാണിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ വോൾട്ടേജ് സോഴ്സ് കുറച്ചുകൂടി 5 വോൾട്ട് മാറ്റി 4 വോൾട്ട് ആക്കാമല്ലോ. 3 വോൾട്ട് ആക്കാം, 2 വോൾട്ട് ആക്കാം, 6 വോൾട്ട് ആക്കാം. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വേരിയബിൾ ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്ത് പൊളാരിറ്റി അല്ല മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. സ്റ്റഡി ആയിരിക്കാം. മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വേരീസ് ഇൻ റിവേഴ്സ് പൊളാരിറ്റി. ഓക്കെ. റിവേഴ്സ് പൊളാരിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതവിടെ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് പോയിന്റ് ഒന്നുകിൽ എന്തായിരിക്കും? അതവിടെ സ്റ്റഡി ആയിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേരി ചെയ്യാം. ഇപ്പൊ 5 വോൾട്ട് ആണെന്ന് വെച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും 5 വോൾട്ടിൽ തന്നെ വെക്കണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് തേർഡ് പോയിന്റ്. ഓക്കെ. തേർഡ് പോയിന്റ്, തേർഡ് കേസ് എന്തായിരിക്കും? തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ സ്റ്റഡി വാല്യൂ കനോട്ട് ബി സ്റ്റെപ്ഡ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ബൈ എ ട്രാൻസ്ഫോമർ. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഓക്കെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ ഓക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ എന്ത് ചെയ്യത്തില്ല അവിടെ നമുക്ക് പറ്റില്ല. ഓക്കെ. സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ എന്ത് ചെയ്യത്തില്ല അവിടെ നമുക്ക് പറ്റില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ. ഓർ സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നീട് ഇതിന്റെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോർത്ത് പോയിന്റ്. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഫിക്സഡ് പൊളാരിറ്റി ആണ്. സ്റ്റഡി മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. ഇനി നാലാമത്തെ പോയിന്റ് നമുക്ക് ഇത് ഡിസി വോൾട്ട് മീറ്റേഴ്സ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഡിസി വോൾട്ട് മീറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. മെഷറബിൾ ബൈ ഡിസി വോൾട്ട് മീറ്റർ. ഓക്കെ. മെഷറബിൾ ബൈ ഡിസി വോൾട്ട് മീറ്റർ. ഇത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ വരുമ്പോൾ നമ്മുടെ എസിയുടെ കേസ് വരുന്ന സമയത്ത് ഫിഫ്ത്ത് പോയിന്റ് ആണ്. എസിയുടെ കേസ് നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് നോർമലി ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ഇത് കണ്ടിന്യൂസ്ലി വേരിയിങ് ആണ്. ഓക്കെ. എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വേരിയിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും? ഇത് അവിടെ ബുദ്ധിമുട്ടാണ് കുറച്ച് മെഷർ ചെയ്യാനായിട്ട്. നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഡിസി വോൾട്ട് മീറ്റർ വെച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കവിടെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇത് നമുക്കവിടെ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് തന്നെ വേണ്ടി വരും? ഇത് നമുക്കവിടെ മെഷർ ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഹിയർ ഇത് നമ്മൾ മെഷർ ചെയ്യാൻ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് എസി വോൾട്ട് മീറ്റേഴ്സ് ആണ്. ഓക്കെ. എന്ത് മെഷർ ചെയ്യേണ്ടി വരും? എന്ത് യൂസ് ചെയ്യേണ്ടി വരും? നമ്മളവിടെ എസി വോൾട്ട് മീറ്റേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. എസി വോൾട്ട് മീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
AC വോൾട്ടേജ്. പിന്നീട് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കിട്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂസ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? AC വോൾട്ടേജ് അവിടെ മെഷർ ചെയ്യുന്നത്. ഈ റൂട്ട് മീൻ സ്ക്വയർ വോൾട്ടേജ് നമുക്ക് എന്താണ് പഠിക്കാനുണ്ട്? RMS വാല്യൂ. അതായത് ഒരു പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ അതിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അവിടെ നോക്കി വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ AC കറണ്ടും DC കറണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് അറിയാനുള്ള ഡിഫറൻസ് ഇത്രയാണ് മാക്സിമം വരുന്നത്. നിങ്ങൾക്ക് അറിയാനുള്ള വേറെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഇതൊരു കേസ് ഒന്ന് നോക്കി വെച്ചേക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? DC വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നമ്മുടെ AC വോൾട്ടേജിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടോപ്പിക്സ് അതിൽ വരുന്നത്? ദെൻ എന്തൊക്കെയാണ് അവരുടെ ഡിഫറൻസ്? എന്തൊക്കെയാണ് അവരുടെ സിമിലാരിറ്റീസ്? ഇതെല്ലാം എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി വച്ചേക്കുക. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് ശരിക്കും നമ്മുടെ DC സോഴ്സ് വലുതായിട്ടൊന്നും വേരി ചെയ്യുന്നില്ലല്ലോ. പൊളാരിറ്റിയും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് വലിയ പ്രോപ്പർട്ടീസ് നമുക്കിതില് വലുതായി നോക്കാനായിട്ട് വരുന്നില്ല. നമുക്കിനി അടുത്തതായിട്ട് ജസ്റ്റ് ഇതില് നോക്കേണ്ടത് ഒരു AC കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയണം. അതായത് ACയെ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു RMS വാല്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളതില് മെഷർമെന്റ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കിതിൽ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് RMS വാല്യൂ ആൻഡ് പീക്ക് വാല്യൂ. ഓക്കെ. RMS വാല്യൂ ആൻഡ് പീക്ക് വാല്യൂ. ഓക്കെ. പീക്ക് വാല്യൂ. അപ്പൊ ഇതിൽ നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞിരുന്നു. നമുക്ക് DC വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് മെഷർ ചെയ്യാം. ഏതൊരു വോൾട്ട്മീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പോയിട്ട് നമുക്ക് DC മെഷർമെന്റ് എടുക്കാൻ പറ്റും. പക്ഷേ AC മെഷർ ചെയ്യണമെങ്കിൽ നമ്മളോട് RMS എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു AC കറണ്ടുമായിട്ട് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാം. AC കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 തരത്തിലുണ്ട് കേട്ടോ AC കറണ്ട്. അതിൽ AC കറണ്ട് വേവ് ഫോം നമുക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ. AC നമുക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന് അതിന്റെ സൈനസോയ്ഡൽ വേവ് ഫോം എന്ന് പറയും. ഓക്കെ. അതായത് ഒരു വേവ് ഫോം നമ്മള് സൈൻ വേവ്സിന്റെ ടേംസിൽ സൈനോ കോസിന്റെയോ കൊസൈൻ വേവ്സിന്റെയോ ടേംസിൽ വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് സൈനസോയിഡൽ വേവ് ഫോം എന്ന് പറയും. ഓക്കെ. എന്താണ് സൈനസോയിഡൽ വേവ് ഫോം? രണ്ടാമത്തെയാണ് നോൺ സൈനസോയിഡൽ വേവ് ഫോം. ഓക്കെ. എന്താണ് നോൺ സൈനസോയിഡൽ വേവ് ഫോം. ഓക്കെ. അപ്പോൾ സൈനസോയിഡൽ വേവ് ഫോമും നോൺ സൈനസോയിഡൽ വേവ് ഫോം. അപ്പോൾ സൈനസോയിഡൽ വേവ് ഫോമിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇതാണ് സൈനസോയിഡൽ വേവ് ഫോമിന്റെ എക്സാമ്പിൾ. തൊട്ട് മുൻപേ വരച്ചത് തന്നെയാണ്. ഇതാണ് സൈനസോയിഡൽ വേവ് ഫോമിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നോൺ സൈനസോയിഡൽ വേവ് ഫോംസ് നമുക്ക് വീണ്ടും കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇത് ഒന്നുകിൽ എന്താവാം? സ്ക്വയർ വേവ് ആവാം. നോക്കി ഈ ഒരു സ്ക്വയർ വേവ് കണ്ടോ? ഇതെന്താണ്? ശരിക്കും നമ്മളൊരു സൈനസോയിഡൽ വേവ് ഫോം ആണ്. ഓക്കെ. ഇത് സ്ക്വയർ വേവ്. ഓക്കെ. സ്ക്വയർ വേവ് ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ട്രയാങ്കുലർ വേവ്. ഓക്കെ. കണ്ടോ? ഈ ഒരു ട്രയാങ്കുലർ വേവ്. ഇതെന്താണ്? ഇതും ഒരു ട്രയാങ്കുലർ വേവ് എന്താണ്? ഒരു സൈനസോയിഡൽ വേവ് ഫോം ആണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഒരു സോ ടൂത്ത് വേവ് എന്ന് പറയും. ഓക്കെ. സോ ടൂത്ത് വേവ് അത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ. ഇതെന്താണ്? ഇതും ഒരു സൈനസോയിഡൽ വേവ് ഫോം ആണ്. ഓക്കെ. ഇതെന്താണ്? സൈനസോയിഡൽ വേവ് ഫോം ആയിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ACയുടെ വേവ് ഫോം ആണ്. അപ്പൊ ഇങ്ങനെ എന്തായിരിക്കും AC കറണ്ട് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എന്താണ്? കണ്ടിന്യൂസ്ലി വേരിയിങ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ നമുക്ക് അതിൽ വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് എ സയൻസ് ടു അല്ലെങ്കിൽ AC കറണ്ട് നമുക്കതിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ACയെ ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ടേംസ് നമ്മൾ അതിൽ അറിഞ്ഞിരിക്കണം. ഒരു സൈക്കിൾ. ഓക്കെ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. ഓക്കെ. അത് ഒരു പോസിറ്റീവ് വാല്യൂയും ഈ ഒരു നെഗറ്റീവ് വാല്യൂ ഇത് കംപ്ലീറ്റ് എടുത്ത് ഇതാണ് എന്തോ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് എന്താന്ന് പറയുന്നത്? സൈക്കിൾ. ഓക്കെ. സൈക്കിൾ. വൺ സൈക്കിൾ മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ദ അല്ലെങ്കിൽ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എ ഓൾട്ടർനേറ്റീവ് കറന്റ് ഈസ് കോൾഡ് സൈക്കിൾ. ഓക്കെ. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഇനി ടൈം പീരീഡ് എന്നൊരു ടേം ഉണ്ട്. ടൈം പീരീഡ്. ഓക്കെ. ടൈം പീരീഡ്. അപ്പോൾ എന്തായിരിക്കും ടൈം പീരീഡ് എന്ന് പറയുന്നത്? ടൈം പീരീഡ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ആൻ ഓൾട്ടർനേറ്റീവ് കറന്റ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. ഓക്കെ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഇവിടെ നോക്കുക. ഇവിടെ നമ്മുടെ ഒരു സൈക്കിൾ ഏതാണ്? ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വേണം ഒരു സൈക്കിൾ. അപ്പോൾ ഈ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടോ? ഈ ഒരു ടൈം ഇതാണ് ആ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് T എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് കോൾഡ് ടൈം പീരീഡ്. ഓക്കെ. നമുക്ക് എന്ത് പറയാനേ? ടൈം പീരീഡ് എന്ന് പറയാം. ഇനി ഫ്രീക്വൻസി എന്നൊരു ടേം ഉണ്ട്. ഓക്കെ. എന്താണ്? ടൈം പീരീഡ് മനസ്സിലായല്ലോ. ഒരു പോസിറ്റീവ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ. ഒരു സൈക്കിൾ മീൻസ് അവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും. ഓക്കെ. നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. അതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാനായിട്ട് എടുക്കുന്ന ടൈം. ഓക്കെ. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. ഓക്കെ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാനായിട്ട് എടുക്കുന്ന ടൈമാണ് എന്ത് പറയുന്നത്? നമ്മളിവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്.
ഓക്കെ. അതൊക്കെയാണല്ലോ. ഇനി ഫ്രീക്വൻസി. ഓക്കെ. ഫ്രീക്വൻസി. അപ്പൊ എന്തായിരിക്കും ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരിയഡ്. ഓക്കെ. ടൈം പീരിയഡിന്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ടൈം ബൈ നമ്പർ ഓഫ് സൈക്കിൾസ്. ഓക്കെ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ടൈം ബൈ നമ്പർ ഓഫ് സൈക്കിൾസ്. ഓക്കെ. നമ്പർ ഓഫ് സൈക്കിൾസ്, ടൈം പീരീഡ്. അപ്പൊ ഫ്രീക്വൻസി മീൻസ് എന്തായിരിക്കും? ദിസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് സൈക്കിൾസ്, നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ ടൈം. ഓക്കെ. നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ ടൈം ആണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് നമ്മൾ അതിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അവിടെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഫ്രീക്വൻസിയെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുക? നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കേസാണ് എന്താണ് നമ്മുടെ ഈ ഒരു ആർഎംഎസ് വാല്യൂ അതുപോലെ തന്നെ പീക്ക് വാല്യൂ. ഓക്കെ. ഇതൊക്കെ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞ കേസുകളാണ്. ഇനി നമുക്ക് അവിടെ നോക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് അബൌട്ട് ദ എന്ത് പറയാം, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് നമുക്ക് എന്ത് പറയണം, അവിടെ എന്താണ് അതിന്റെ ആ ഒരു റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ അതിൽ നോക്കണം. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു വേവ് ഫോം വരയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ സൈൻ വേവ് ഫോം എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ. ഒരു സൈൻ വേവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡ്രോ ചെയ്യുവാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ ഒരു സൈൻ വേവ്. ഒരു സൈൻ വേവ് നമ്മളവിടെ പ്ലോട്ട് ചെയ്തു. അപ്പൊ ഇതില് നമുക്ക് പറയാം ആംപ്ലിറ്റ്യൂഡ്. ഈ ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? പറയാവോ? ഏതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഈ ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പീക്ക് ടു പീക്ക് വാല്യൂ നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു ആംപ്ലിറ്റ്യൂഡ് നമുക്ക് അതിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് പീക്ക് വാല്യൂ. ഓക്കെ. നമുക്ക് എന്ത് പറയാം? ആംപ്ലിറ്റ്യൂഡ് നമുക്ക് അതിൽ പറയാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം മാക്സിമം വാല്യൂ ഇവിടെ അല്ലേ? ഓക്കെ. ഇതിപ്പോ ഇവിടെ എല്ലാത്തിനും ഓരോ വാല്യൂസ് ഉണ്ട്. എന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ മാക്സിമം വാല്യൂ എവിടെയാണ് വരുന്നത്? മാക്സിമം വാല്യൂ വരുന്നത് ഈ ഒരു പോയിന്റിലെ മാക്സിമം വാല്യൂ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് ദ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ. ആംപ്ലിറ്റ്യൂഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പറയാൻ സാധിക്കും. നമ്മൾ അതിനെ IM എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ നമുക്ക് IM എന്ന് റെപ്രസെന്റ് ചെയ്യാം, I മാക്സിമം എന്ന് റെപ്രസെന്റ് ചെയ്യും, IP എന്ന് റെപ്രസെന്റ് ചെയ്യും, I പീക്ക് എന്നിങ്ങനെ പല ടേംസ് എന്ത് ചെയ്യാറുണ്ട്? നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നീട് ഇതിപ്പോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വാല്യൂ. ഇനി നമുക്ക് അവിടെ വേറൊരു ടേം ഉണ്ട്, പീക്ക് ടു പീക്ക് വാല്യൂ. ഓക്കെ. പീക്ക് ടു പീക്ക് വാല്യൂ. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്? പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ നമ്മള് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാക്സിമം വാല്യൂ നിൽക്കുന്നില്ലേ? കണ്ടോ? ഇവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. കണ്ടോ? അപ്പൊ ഈ 2 മാക്സിമാസ് തമ്മില് ഓക്കെ, അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഒരു വാല്യൂ വരുമല്ലോ. ഇങ്ങനൊരു വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്തുകൂടെ? ഓക്കെ. എന്ത് ചെയ്യുന്നു? പീക്ക് വാല്യൂസ് ഉണ്ട്. ആ 2 പീക്ക് വാല്യൂസ് തമ്മിൽ പോസിറ്റീവ്, നെഗറ്റീവ് പീക്ക് വാല്യൂസ്. ഓക്കെ. സം ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്സ് വാല്യൂസ് കോൾഡ് പീക്ക് ടു പീക്ക് വാല്യൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഫോർ എക്സാമ്പിൾ ഇത് മുതൽ 10 വരെയാണെങ്കിൽ ഇത് മുതൽ ഇതുവരെ 10 ആണെന്ന് വെച്ചോളൂ. 10 വോൾട്ട് ആണ്. ഓക്കെ. ഇവിടെ നമുക്ക് 10 വോൾട്ട് ആണ്. ഇവിടെ നമുക്ക് 10 വോൾട്ട് ആണ്. -10 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മുതൽ ഇത് മീൻസ് മാക്സിമ, അല്ലെങ്കിൽ മാക്സിമ മീൻസ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 10 ആണ് കിട്ടുന്നത്. ഓക്കെ. ആംപ്ലിറ്റ്യൂഡ് നമുക്ക് 10 വോൾട്ട് ആണ്. ഇനി അതിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ നോക്കാൻ പറഞ്ഞാലോ? പീക്ക് ടു പീക്ക് വാല്യൂ നമ്മൾ അതിനെ ഐ പി ടു പി എന്ന് പറയും. ഒന്നുകിൽ IP2P എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ പീക്ക് ടു പീക്ക് എന്ന് വിളിക്കാം. ഓക്കെ. അത് എത്ര കിട്ടും? 10 + 10 കിട്ടും. എന്ത് കിട്ടും? 20 വോൾട്ട് ആണ് അതിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് നമ്മുടെ പീക്ക് വാല്യൂവിന്റെ 2 ടൈംസ് ആയിരിക്കും. ഓക്കെ. ആംപ്ലിറ്റ്യൂഡ് നമുക്കിവിടെ 10 കിട്ടി. പക്ഷേ പീക്ക് ടു പീക്ക് വാല്യൂ എത്ര കിട്ടിയത്? പീക്ക് ടു പീക്ക് വാല്യൂ നമുക്കിവിടെ 20 വോൾട്ട് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? അവിടെ കിട്ടിയത്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ അതിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അത് ഓക്കെ ആണല്ലോ. ഇതാണ് പീക്ക് ടു പീക്ക് വാല്യൂ. ആ ഒരു ടേം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. പീക്ക് വാല്യൂ ഓഫ് AC, പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് AC. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞൊരു ടോപ്പിക്കാണ്. എന്താണ്? RMS വാല്യൂ. ഓക്കെ. RMS വാല്യൂ. RMS വാല്യൂ. റൂട്ട് റൂട്ട് മീൻ സ്ക്വയർ. ഓക്കെ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് AC കറന്റ് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഇതിന് ഇക്വലന്റ് ആയിട്ട് ഒരു DC കറന്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ. നമ്മുടെ AC കറന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വലന്റ് ആയിട്ട് ഒരു DC കറന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എക്സ്പ്രസ് ദാറ്റ് ദ സ്റ്റഡി DC കറന്റ് വിച്ച് വൈൽ flowing through a given circuit for a time produces the same heat as produced by the alternating current when flowing through the same circuit for a time. It is known as effective value of the residual value of the alternating current. Okay. അതായത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? നമുക്ക് ഒരു സർക്യൂട്ടിൽ കൂടി ഒരു DC കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. ഒരു DC കറന്റ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അതേപോലെ തന്നെ എന്ത് ചെയ്യുവാണ്, അതേപോലെ നമ്മള് ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര എസി കറന്റ് നമ്മളവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ? ഡിസി കറന്റ് വെച്ച് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതുപോലത്തെ അല്ലെങ്കിൽ ഇക്വിവലന്റ് ആയിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രത്തോളം എസി കറന്റ് നമ്മളവിടെ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതിനെ പറഞ്ഞ പേരാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് എഫക്റ്റീവ് വാല്യൂ ഓർ വിർച്വൽ വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഓക്കെ, എഫക്റ്റീവ് വാല്യൂ നമ്മൾ കൂടുതൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആർഎംഎസ് വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു ഡിസി കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസി കറന്റ് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഹീറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എസി കറന്റ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അവിടെ എത്ര വോൾട്ടേജ് നമുക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ ഡിസി ഇക്വലന്റ് വാല്യൂ നമുക്ക് അതിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് എന്തെന്ന് എഴുതാം, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ IRMS വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. IRMS വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, IRMS വാല്യൂ നമ്മളതിനെ കൊടുത്തിട്ടുണ്ട്. That is, the RMS value can be determined by taking mean of squares of the instantaneous value of the current. Okay, ഇതിന്റെ ഓരോന്നിന്റെയും ഓരോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിന്റെയും സ്ക്വയേഴ്സ് എടുത്ത് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, അതിന്റെ ആവറേജ് വാല്യൂ നമുക്ക് അതിൽ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് RMS വാല്യൂ, IRMS is equal to root of 1 by 2 pi. Okay, 1 by 2 pi integral 0 to 2 pi, integral 0 to 2 pi I square ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, ഐ സ്ക്വയർ ഡി തീറ്റ, ഇതാണ് എന്ന് പറയുന്നത് റൂട്ട് സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഐ സ്ക്വയറിന് ഐ മാക്സിമം സ്ക്വയർ നമ്മൾ മാറ്റുവാണ്. ഓക്കെ, മാക്സിമം വാല്യൂക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് ഐ വാല്യൂ നമുക്ക് അതിന് എന്തെന്ന് മാറ്റാം, ഐ മാക്സിമ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഐ മാക്സിമ ഇൻറ്റു സൈൻ തീറ്റ എന്നൊരു വാല്യൂ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സൈൻ തീറ്റ എന്നൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് റൂട്ട് മീൻ സ്ക്വയറിന്റെ വാല്യൂ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് അവിടെ ചെയ്യുന്നത്. സോ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമായിരിക്കും, നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഇസ് വി ആർ ഒബ്റ്റെയിനിങ് IRMS is equal to root of 1 by 2 pi integral 0 to pi. Okay, 2 pi integral 0 to 2 pi I maxima square. Okay, I maxima square സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ കിട്ടും. ഈ ഐ മാക്സിമ സ്ക്വയർ ശരിക്കും കോൺസ്റ്റന്റ് ആണ്, കാരണം മാക്സിമ വാല്യൂ ആണ്. ഈ ഐ മാക്സിമ സ്ക്വയർ മീൻസ് ഇതാണ് കേട്ടോ, ഐ മാക്സിമ സ്ക്വയർ എന്ന് പറയുന്നത് ഇതെന്താണ്, കോൺസ്റ്റന്റ് ആണ്, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ നിന്ന് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേഷന്റെ പുറത്തോട്ട് മാറ്റാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ മാക്സിമ സ്ക്വയർ, ഐ മാക്സ് സ്ക്വയർ ബൈ 2 പൈ, ബാക്കി എന്ത് വരുമായിരിക്കും, ഇന്റഗ്രൽ 0 ടു 2 പൈ സൈൻ സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ നമുക്ക് എന്ത് വാല്യൂ ഇടുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഓക്കെ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, അതൊന്നും എന്ത് ചെയ്തു, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എടുത്തു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഐ മാക്സിമ സ്ക്വയർ, ഐ മാക്സിമ സ്ക്വയർ ബൈ 2 പൈ, ബാക്കി എന്ത് വരും, ഇന്റഗ്രൽ ഇന്റഗ്രൽ 0 ടു 2 പൈ, 0 ടു 2 പൈ 1 മൈനസ് കോസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ വരുന്നത് റൂട്ട് ഓഫ് ഐ മാക്സിമം സ്ക്വയർ, ഐ മാക്സിമം സ്ക്വയർ ബൈ 2 പൈ, ഐ മാക്സിമം സ്ക്വയർ ബൈ 2 പൈ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ 2 വരും, നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഔട്ട്സൈഡിലോട്ട് മാറ്റാം. സോ അതേ സമയത്ത് എന്ത് കിട്ടും, ഇത് 4 പൈ ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് എന്തായിട്ട് മാറും, ഇത് ഡിവൈഡ് ബൈ 4 പൈ എന്നായിട്ട് മാറും. 4 പൈ വിത്തിൻ ദ ലിമിറ്റ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ 2, സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 ടു 2 പൈ, 0 ടു 2 പൈ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 തീറ്റ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു the final answer, which will be equal to, we are getting root of I maxima square. Okay, I maxima square divided by 4 pi, I maxima square divided by 4 pi into 2 pi എന്ന് കിട്ടും. Okay, into 2 pi, which will be equal to I maxima by root 2 വരും. Okay, I maxima by root 2, which will be equal to എത്ര കിട്ടുമായിരിക്കും, റൂട്ട് 2 ഡിവൈഡ് 1 ബൈ റൂട്ട് 2 എന്ന് വെച്ചാൽ 0.707 ആണ്. ഓക്കെ, 0.707 ഐ മാക്സിമം ആണ്. ഓക്കെ, ഐ മാക്സിമം. അപ്പോൾ ഇതാണ് നമ്മുടെ IRMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, IRMS വാല്യൂ ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു AC കറണ്ടിന്റെ ഡെറിവേഷൻ കണ്ടല്ലോ, സിമ്പിൾ ഡെറിവേഷൻ ആണ് നോക്കിയിരിക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, അതിന്റെ ഡെറിവേഷൻ ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഡെറിവേഷൻ. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ നമുക്ക് പറയാം
ഈ ഐ മാക്സിമം ഓൾറെഡി നമുക്കൊരു മാക്സിമം വാല്യൂ ഉണ്ട്. അതല്ല ശരിക്കും ഇക്വലന്റ് ആയിട്ടുള്ള ആർഎംഎസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് അതിന്റെ മാക്സിമം വാല്യൂ ആണ്. ഐ മാക്സിമയുടെ കൂടെ ഐ മാക്സിമയുടെ കൂടെ ഒരു 0.707 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് ദ ഐ ആർഎംഎസ് വാല്യൂ. അതിന്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നോർമലി നമ്മുടെ ഐ മാക്സിമത്തിന്റെ കൂടെ ഒരു 0.707 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഐ ആർഎംഎസ് സ്ക്വയർ വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മുടെ ഐ മാക്സിമം സ്ക്വയർ ആണ്. സോ ഇത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ 0.707 എന്ന് പറയുമ്പോൾ എന്തായാലും എവിടെ വരത്തുള്ളൂ? ഈ ഐ മാക്സിമയുടെ തൊട്ട് താഴെയായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് അവിടെ വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ട് നമുക്കിത് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ മാക്സിമം എത്ര കിട്ടുന്നുണ്ടോ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങളൊരു 0.707 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വാല്യൂ കിട്ടും? IRMS വാല്യൂ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് 0.707 IM അല്ലെങ്കിൽ ഐ മാക്സിമ അല്ലെങ്കിൽ ഐ മാക്സിമ ഇൻറ്റു 0.707 ഇതാണ് എന്ത് പറയുന്നത്? നമുക്ക് അവിടുത്തെ RMS വാല്യൂ എന്നതിൽ പറയാൻ പറ്റുന്നത്. RMS വാല്യൂ. അപ്പോൾ ഇതാണ് അവിടുത്തെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? നമ്മൾ AC വോൾട്ടേജും DC വോൾട്ടേജും കമ്പയർ ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് RMS വാല്യൂ ആണ് പീക്ക് വാല്യൂ ഓഫ് AC. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് അവിടെ നമുക്ക് ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്തു. ദെൻ ഇതിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പീക്ക് ടു പീക്ക് വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ നോക്കണം. ഇതാണ് അതിന്റെ IRMS വാല്യൂ എന്ന് പറയുന്നത്. ഇതിലൊരു ആവറേജ് വാല്യൂ എന്നൊരു ടേം കൂടി നിങ്ങൾ അവിടെ ഒന്ന് പഠിച്ചിരിക്കുക. ആവറേജ് വാല്യൂ എന്ന് പറയുന്ന ടേം കൂടി അവിടെ പഠിച്ചിരിക്കുക. ഈ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതിന്റെ DC ഇക്വലന്റ് വാല്യൂ. അപ്പോൾ നമ്മളിപ്പോൾ RMS വാല്യൂ പറഞ്ഞു, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി കറന്റ് വിച്ച് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് ഗിവൻ എമൗണ്ട് ടൈം പ്രൊഡ്യൂസ് എ ഹീറ്റ്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? AC കറന്റ് പോകുന്ന സമയത്തും DC കറന്റ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന്റെ ഒരു ഇക്വലന്റ് റെപ്രസെന്റേഷൻ നമ്മളിപ്പോൾ ഈ 0.707 എന്ന് പറഞ്ഞ അവിടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടേം ആണ് ഇതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയും. ആവറേജ് വാല്യൂ മീൻസ് ഇവിടെ എന്തുവാണ്? ശരിക്കും നമ്മൾ ഈ ഒരു DC ഇക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ DC കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുന്ന നമുക്കതിനെ DC വാല്യൂ വിളിക്കാം. നമ്മുടെ ഒരു AC കറന്റിന്റെ ഒരു DC വാല്യൂ. കാരണം അതിനകത്ത് തന്നെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ACയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു DC ഇക്വലന്റ് വാല്യൂ എത്ര നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ആവറേജ് വാല്യൂ എന്നാണ്. ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ ആവറേജ് വാല്യൂ നമുക്ക് അതിനെ IDC എന്ന് വിളിക്കാം. IDC എന്ന് വിളിക്കാം. വിച്ച് വിൽ ബി ഈക്വൽ ടു 1/π. 1/π ഇന്റഗ്രൽ 0 to π. 0 to π I d theta. which will be equal to എന്ത് കിട്ടും? I d theta നമുക്ക് ഐക്ക് എന്ത് കൊടുക്കാം? I is equal to IM sin theta ആണ്. IM sin theta ആണ്. which will be equal to 1/π integral 0 to π. Integral 0 to π I maxima into sin theta d theta. സിംപ്ലിഫൈ ചെയ്യുക. നേരെ ചെയ്ത് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഐ മാക്സിമ നമുക്ക് പുറത്ത് വരും. ഐ മാക്സിമ ഡിവൈഡ് ബൈ പൈ വരും. മൈനസ് എന്ത് വരും? മൈനസ് സൈൻ്റെ കോസ് വരും. മൈനസ് കോസ് തീറ്റ പൈ 0 to പൈ വരും. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 2IM/π ആണ്. 2IM/π ആണ് നമുക്ക് അതിൽ കിട്ടുന്നത്. 2IM/π കിട്ടുന്നുണ്ട്. വിച്ച് വിൽ ബി ഈക്വൽ ടു 0.637 ഐ മാക്സിമ എന്ന് കിട്ടും. 0.637 ഐ മാക്സിമ. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് വെച്ചാൽ DC ഇക്വലന്റ് വാല്യൂ അല്ലെങ്കിൽ DC വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ട് താഴെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു വാല്യൂ നമുക്ക് അതിൽ വരുന്നത്. ഈ 0.707 തൊട്ട് താഴെയായിരിക്കും ആ ഒരു വാല്യൂ വരുന്നത്. ദാറ്റ് ഈസ് IM ഇൻറ്റു 0.637. 0.637 ഇതെന്താണ്? അതിന്റെ ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ RMS വാല്യൂ കണ്ടുപിടിച്ചു. RMS വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് RMS വാല്യൂ. ഇതെന്താണ്? മാക്സിമ വാല്യൂ ആണ്. ഇതെന്താണ്? ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ ഒരു AC കറണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും ടേംസ് എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇത് ACയുടെ പ്രോപ്പർട്ടീസ് ആണ്. DCക്ക് പ്രത്യേകിച്ച് നമുക്ക് പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഇല്ല പഠിക്കാനായിട്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ACയുടെ ഈ ഒരു പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് അവിടെ നോക്കി വെച്ചേക്കണം. പിന്നെ ഫേസ് എന്നൊരു ടേം ഉണ്ട്. ഫേസ് മീൻസ് എന്ത് പറയാം? ആംഗിൾ ആണ്. ഇപ്പൊ ഇതൊരു ഫേസിലാണ് നമുക്ക് പറയാൻ പറ്റും. 0 π 2π ഇങ്ങനെ ഫേസ് അവിടെ പോകുന്നത്. π 2π അങ്ങനെ ഫേസ് നമുക്ക് അതിൽ പോകുന്നത്.
0 π/2 പൈ. ഓക്കെ 0 ടു പൈ. ഓക്കെ 360 ഡിഗ്രി ഫേസ് അവിടെ വരുന്നുണ്ട്. ഇത് π/2 ആണ്. ഇവിടെയാണ് പൈ വരുന്നത്. ഓക്കെ പൈ പിന്നെ 2 പൈ അങ്ങനെ എന്ത് ചെയ്യും അവിടെ നമുക്ക് 0 പൈ 2 പൈ. ഓക്കെ 0 ഇത് പൈ ഇത് 2 പൈ. ഓക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ഫേസിൽ പോകുന്നത്. ഓക്കെ ഈ സെന്ററിൽ വരുമ്പോഴാണ് π/2 വരുന്നത്. അതായത് 180യുടെ ഹാഫ് 90 ഡിഗ്രി ഫേസ് വരും. ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഫേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫേസ് ആണ്. ഇനി അടുത്തൊരു വേവ് വെച്ചാൽ ഔട്ട് ഓഫ് ഫേസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ തിരിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫേസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എല്ലാം എന്താണ് നമ്മുടെ എസിയുടെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിച്ച് വെച്ചിരിക്കേണ്ടത്. ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഓംസ് ലോയും അതുപോലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ കുറിച്ചും റെസിസ്റ്റിവിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ താങ്ക് യു.